നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ 76.16% പോളിംഗ്. തൃത്താല ബ്ലോക്കിന് കീഴിലെ ചാലിശ്ശേരി 74.85, നാഗലശ്ശേരി 77.19, തിരുമിറ്റക്കോട് 79.04, തൃത്താല 75.46, പട്ടിത്തറ 76.42, ആനക്കര 76.96, കപ്പൂർ 74.32% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തൃത്താല ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിലായി 231 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരുന്നത്. 821 ബാലറ്റ് യൂണിറ്റുകളും 273 കൺട്രോൾ യൂണിറ്റുകളുമാണ് വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരുന്നത്. ഒരു കൺട്രോൾ യൂണിറ്റിന് കീഴിൽ 3 ബാലറ്റ് യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിയോടെ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് 10 മണിയോടെ കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് ഇറങ്ങി തുടങ്ങി. ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് 44.97% തൃത്താല ബ്ലോക്ക് പരിധിയിലെ പോളിംഗ് ശതമാനം. വൈകിട്ട് 3:30 68.35% ഉയർന്നു. 81,059 പുരുഷ വോട്ടർമാരും 90,413 സ്ത്രീ വോട്ടർമാരും അടക്കം 1,71,472 വോട്ടർമാരാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളത്. മന്ത്രി AC മൊയ്തീൻ നിശ്ചിത സമയത്തിന് മുൻപ് വോട്ട് ചെയ്തുവെന്ന വിവാദത്തിൽ കളക്ടർ റിപ്പോർട്ട് നൽകി. വോട്ട് ചെയ്തതിൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 മണിയായിരുന്നു. പോളിംഗ് ഏജന്റുമാരുടെയും വോട്ടർമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് ആരംഭിച്ചത്. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് നടന്നതെന്നാണ് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി 6:55 വോട്ട് ചെയ്തത് ചട്ടം ലംഘിച്ചാണെന്ന് ആരോപിച്ച് അനിൽ അക്കര MLA രംഗത്തെത്തിയിരുന്നു. TN പ്രതാപൻ MPയും DCC പ്രസിഡന്റ് MP വിൻസെന്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 3 കോവിഡ് രോഗികൾ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തി. ദേശമംഗലം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലാണ് 3 രോഗികൾ നേരിട്ടെത്തി സമ്മതിദാനാവകാശം ഉപയോഗിച്ചത്. ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ M അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷമാണ് കോവിഡ് രോഗികൾ അവരുടെ വോട്ട് ചെയ്യാനായി എത്തിയത്. പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും രോഗികളും PPE കിറ്റുകൾ ധരിച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലും വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ 5 മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. വോട്ടിംഗ് തകരാറുകളോ മറ്റു സാങ്കേതിക പ്രശ്നങ്ങളോ സംഭവിച്ചില്ലെങ്കിലും വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് 5 മണിക്ക് ശേഷവും വോട്ടർമാർ വോട്ട് ചെയ്യാനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ടായത്. വരവൂർ പഞ്ചായത്തിലെയും ദേശമംഗലം പഞ്ചായത്തിലെയും 2 വാർഡുകളിലും ഓരോ ബൂത്തുകൾ മാത്രമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതും വോട്ടിംഗ് വൈകാൻ കാരണമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദേശമംഗലം, വരവൂർ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചിലയിടങ്ങളിൽ യന്ത്ര തകരാർ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കാൻ അധികൃതർക്കായി. വിരലിൽ എണ്ണാവുന്ന ചില ബൂത്തുകളിലെ ചെറിയ യന്ത്ര തകരാറുകൾ ഒഴിച്ചാൽ മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെയാണ് മേഖലയിൽ വോട്ടിംഗ് അവസാനിച്ചത്. രാത്രി ഏറെ വൈകി ചില ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെട്ട വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ കലാമണ്ഡലത്തിൽ ഒരുക്കിയ 7-ാം വാർഡിലെ ഒരു ബൂത്തിൽ രാത്രി 8 മണിയോടെയാണ് വോട്ടിംഗ് അവസാനിപ്പിച്ചത്. വരവൂർ പഞ്ചായത്തിൽ 8-ാം വാർഡിലെ ഒരു ബൂത്തിലും ഇതേ സ്ഥിതിയാണ് സംജാതമായത്. പഞ്ചായത്ത് തലത്തിൽ ശക്തമായ പോളിംഗ് ആണ് ഓരോ ബൂത്തുകളിലും രേഖപ്പെടുത്തിയത്. 92% വരെ രേഖപ്പെടുത്തിയ ബൂത്തുകളാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ളത്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് തങ്ങളുടെ വിജയത്തിന്റെ സൂചനയാണെന്ന് മുന്നണികൾ അവകാശപ്പെടുന്നു. വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കേറ്റങ്ങൾ ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ ജാഗ്രതയോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ, മുഖാവരണം ഉപയോഗിക്കുക തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചാണ് വോട്ടിംഗ് അവസാനിച്ചത്. വൈകിട്ട് 5 മുതൽ 6 മണി വരെയാണ് കോവിഡ് രോഗികൾക്ക് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം നൽകിയിരുന്നത്. വിവിധ ഇടങ്ങളിൽ PPE കിറ്റുകൾ ധരിച്ച് രോഗികൾ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തി. CCTV ന്യൂസ് തളി. 7 മണി കഴിഞ്ഞിട്ടും വോട്ടിംഗ് തീരാതെ വോട്ടർമാർ ബുദ്ധിമുട്ടിലായി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 7-ാം വാർഡ് ബൂത്തിലാണ് 7 മണിക്ക് ശേഷവും 50-ൽ കൂടുതൽ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിനായി കാത്തു നിൽക്കേണ്ടി വന്നത്. 1313 വോട്ടർമാരുള്ള 7-ാം വാർഡ് കലാമണ്ഡലത്തിൽ ഒരു വോട്ടിംഗ് കേന്ദ്രം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് വോട്ടിംഗ് വൈകാൻ കാരണമായി. രാവിലെ മുതൽ തന്നെ ഈ കാരണത്താൽ വോട്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ
അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കനാൽ നവീകരണം വൈകുന്നതിനാൽ തൃത്താലയിൽ 1300 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷി ഇറക്കാനാകാതെ കർഷകർ വലയുന്നു. തൃത്താല, മങ്ങാരം, മേഴത്തൂർ പാടശേഖരങ്ങളാണ് വെള്ളമില്ലാത്തതിനാൽ രണ്ടാം വിള ഇറക്കാനാകാതെ കർഷകർ ബുദ്ധിമുട്ടുന്നത്. ഓണക്കാലത്ത് നടീൽ ജോലികൾ ഏതാണ്ട് പൂർത്തിയാകാറുള്ള പാടങ്ങൾ ഇന്ന് പുല്ലുമൂടി കിടക്കുകയാണ്. തൃത്താല ബ്ലോക്കിന് കീഴിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാടശേഖരത്തിനാണ് ഈ ദുർഗതി. ഒരേക്കറിന് 3000 കിലോ നെല്ല് ലഭിച്ചിരുന്ന പാടശേഖരങ്ങളിൽ ഇന്ന് വെള്ളമില്ലാത്തതിനാൽ വരണ്ടു കിടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇവിടുത്തെ പാടങ്ങളിൽ രണ്ടാം വിള ഇറക്കാതെ കിടക്കുന്നതെന്ന് പഴയകാല കർഷകർ പറയുന്നു. പാടശേഖരങ്ങളിലേക്ക് കനാൽ വഴി പുഴവെള്ളം എത്തിച്ചിരുന്ന തൃത്താല മൈനർ ഇറിഗേഷൻ പമ്പ് ഹൌസിന് പ്രളയത്തിൽ തകരാറുകൾ സംഭവിച്ചതാണ് നെൽകർഷകരെ പ്രതികൂലമായി ബാധിച്ചത്. പുഴവെള്ളം കയറി പമ്പ് ഹൌസിന്റെ 40 HP ശേഷിയുള്ള 3 മോട്ടോറുകളും തകരാറിലായി. കൂടാതെ പമ്പ് ഹൌസിൽ നിന്നും ജലസേചന കനാലിലേക്ക് വെള്ളമെത്തിക്കുന്ന 280 മീറ്റർ നീളത്തിലുള്ള ഭൂഗർഭ പൈപ്പ് ലൈനുകളും തകർന്നു. കാലപ്പഴക്കം മൂലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പൈപ്പുകളിൽ ചോർച്ചയുമുണ്ടായിരുന്നു. 4 മാസം മുമ്പ് കർഷകരുടെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിലും പരിഹാര നടപടികൾ വൈകുകയാണ്. നിലവിൽ കർഷകർ രണ്ടാം വിള ചെയ്യുവാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന നെൽവിത്തുകൾ നശിച്ചു തുടങ്ങി. പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷി ഇറക്കാനാകാതെ വന്നതോടെ നശിച്ചു തുടങ്ങിയത്. ചിങ്ങത്തിൽ ഇറക്കേണ്ട വിത്തുകൾ ഏതാണ്ട് പൂർണ്ണമായി നശിച്ചതായും കർഷകർ പറഞ്ഞു. പാടശേഖരത്ത് ഒന്നാം വിള ഇറക്കിയ കർഷകരും ദുരിതത്തിലാണ്. പ്രളയജലത്തിൽ മുങ്ങി ഒന്നാം വിള ഏതാണ്ട് മുഴുവനായി നശിച്ചു. നശിക്കാതെ ഏതാനും ഭാഗങ്ങളിൽ നിൽക്കുന്ന നെല്ലുകൾ ഭാരിച്ച കൂലിച്ചെലവ് മൂലം നഷ്ടം സംഭവിക്കുമെന്ന ഭയത്താൽ കൊയ്തെടുക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ ശേഷിയില്ലാത്ത ജ്യോതി നെൽവിത്ത് ലഭിച്ചതാണ് ഒന്നാം വിളയിൽ വലിയ നഷ്ടം സംഭവിക്കാൻ ഇടവരുത്തിയതെന്ന് കർഷകർ പറഞ്ഞു. വെള്ളിയാങ്കല്ല് തടയണയിൽ ഷട്ടറുകൾ താഴ്ത്തി ജലസംഭരണം ആരംഭിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. 46 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ദർഖാസ് പൂർത്തിയായി. ഒക്ടോബർ 15-നകം ജലവിതരണം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. മോട്ടോറുകളുടെ തകരാറുകളും ഏതാണ്ട് പൂർത്തീകരിച്ചു. അടുപ്പിച്ചുള്ള അവധി ദിനങ്ങൾ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കുന്നുമുണ്ട്. വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം ആരംഭിച്ചാൽ മാത്രമേ പദ്ധതിയുടെ ഗുണഫലം പൂർണ്ണമായി കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. CCTV ന്യൂസ്, തൃത്താല. പരുതൂർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ മംഗലം മുടപ്പക്കാട് റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷം. കുത്തനെയുള്ള കയറ്റവും വളവുകൾ നിറഞ്ഞ പാതയിൽ റോഡ് തകർന്ന് ആഴത്തിലുള്ള കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിലൂടെ കാൽനടയാത്ര പോലും അതീവ ദുർഘടം പിടിച്ചതായി മാറിയിരിക്കുകയാണ്. പരുതൂരുള്ളവർ തൃത്താലയിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന ഏക ബസ് സർവീസ് നിലവിലുള്ള റോഡ് കൂടിയാണിത്. മിക്ക സമയത്തും തകർന്ന റോഡിലൂടെ കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്ന ബസ് ഏറെ അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട്. കൂടാതെ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും പതിവാണ്. നിലവിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മംഗലം ശിവക്ഷേത്രത്തിനടുത്തായി റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ആഴമേറിയ കുഴി പോലും മണ്ണിട്ട് നികത്താൻ ബന്ധപ്പെട്ട അധികൃതർക്കായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ വീതി കുറവും കുത്തനെയുള്ള കയറ്റങ്ങളും ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ്. പലതവണ ബന്ധപ്പെട്ട അധികൃതരോടും ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്നും ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനമാണ് ജനപ്രതിനിധികളിൽ നിന്നുണ്ടായതെന്നും ജനകീയ കൂട്ടായ്മ പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പരുതൂർ പഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകളും തകർച്ചയുടെ വക്കിലാണ്. CCTV ന്യൂസ്, തൃത്താല. ശസ്ത്രക്രിയ നടത്താൻ ആയുർവേദ PG ഡോക്ടർമാർക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP ബഹിഷ്കരിക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി തൃത്താല മേഖലയിൽ ആശുപത്രികളിൽ OP പരിശോധന ഉണ്ടായില്ല. എന്നാൽ കോവിഡ്-19 സാഹചര്യം മൂലം കിടത്തി ചികിത്സയുള്ള തൃത്താല പ്രാഥമികാരോഗ്യ കേന്ദ്രം, ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയിൽ ഭാഗികമായി OP പരിശോധന നടന്നു. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 5 ഡോക്ടർമാരിൽ ഒരാൾ മാത്രമേ ആശുപത്രിയിലെത്തിയുള്ളൂ. മറ്റു 4 പേരും അവധിയെടുത്ത് പ്രതിഷേധത്തിൽ പങ്കാളികളായി. ഡോക്ടർമാരുടെ സമരം മൂലം ചാലിശ്ശേരിയിലും തൃത്താലയിലും രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇനി നവമാധ്യമ കാഴ്ച.
അനുകരണം ഒരു പരിധിവരെ നല്ലതാണ്, എന്നാൽ ചിലപ്പോൾ അമളി പറ്റാം. അത്തരത്തിലൊരു ദൃശ്യമാണ് പല്ലവി ഉണ്ണികൃഷ്ണൻ നൽകിയിരിക്കുന്നത്. Too many thoughts on my mind, I can't sleep at night, so I just keep writing. I don't need no help, I don't need opinions, so don't waste my time then. I just been living online, my city don't show me no love and that's fine. Fuck local radio stations, I got more play. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.